ഹലോ സുഹൃത്തുക്കളെ, അപ്പം നമ്മളിന്ന് ഒരു സ്ഥലം വരെ പോവാണ്. ഇന്ന് മൂവേലിയെന്ന് ന്യൂ മൂവേലിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ട്രാഫിക് ആണല്ലോ രാവിലെ തന്നെ, നേരം കൊടുത്തിട്ടുള്ള അപ്പോഴത്തേനും ട്രാഫിക് തുടങ്ങിയ സമയം ഇപ്പോ 8:44. ഇപ്പോൾ ഉള്ളത് പഴയ മൂവേലിയയിലാണ് നമ്മളുള്ളത് കേട്ടോ. ഈ മദീന മാർക്കറ്റൊക്കെ വന്നിട്ട് അധികം നാളായിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഞാനിവിടെ വരുമ്പോ ഇതിന്റെ ഒക്കെ പണി തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന മദീനമാറില്ലേ, അതൊക്കെ ഞാനിവിടെ വരുമ്പോ പണി തുടങ്ങുന്നുണ്ടായിരുന്നല്ലോ, ബിൽഡിംഗ് പണിയുണ്ടായിരുന്നല്ലോ. അതിന്റെ ഒരു ഫോട്ടോ ഞാനിവിടെ വെക്കാം, നിങ്ങൾ നോക്കി നോക്കട്ടോ. ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. മാറ്റങ്ങൾ ഫുള്ള് വന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൊക്കെ ആയിട്ടാണ്. റൈറ്റിലുള്ള വലിയ 7 നില ബിൽഡിംഗ് കണ്ടില്ലേ, ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇപ്പൊ 7 നില ബിൽഡിങ്ങുകളാണ് ഫുള്ള് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ അതിനുള്ള അപ്രൂവൽ ഇല്ല, 3 നില മാക്സിമം. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഫുള്ള് സ്കൂൾ ഏരിയകളൊക്കെയാണ് കേട്ടോ. ഈ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഇപ്പൊ അധികം വണ്ടികളൊന്നും ഇറങ്ങി തുടങ്ങിയില്ല. അതുപോലെ ഞാൻ രാവിലെ തന്നെ ഇറങ്ങിയതാ. അപ്പൊ കുറച്ചും കൂടെ ട്രാഫിക് കുറവായിരിക്കും ഈ സമയത്തെ. ലേറ്റ് ആവും തോറും വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ട്രാഫിക്കിൽ ഇങ്ങനെ കിടക്കേണ്ടി വരും. ഇപ്പൊ സമയം 8:46 മോർണിംഗ്. ഇന്ന് ശനിയാഴ്ചയാണ്, അതുകൊണ്ട് ഓഫീസൊന്നും ഇല്ല. പിന്നെ ചൂട് കുറവായതുകൊണ്ട് ക്യാമറ കുറച്ചു നേരം അധികം നേരം വർക്ക് ചെയ്തോളൂ, അല്ലെങ്കിൽ ചൂടായിട്ട് പെട്ടെന്ന് തന്നെ ഓഫായി പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതാണ് അപ്പം മൂവേലിയയിലത്തെ സ്കൂളിന്റെ ഏരിയ ആണ് കേട്ടോ. സ്കൂൾ റോഡുകളാണ്. സാധാരണ വർക്കിംഗ് ഡേയ്സിൽ സ്കൂളുള്ള ദിവസങ്ങളിലൊക്കെ വന്നാൽ നല്ല തിരക്കായിരിക്കും ഈ ഏരിയയിൽ. സാധാരണ രാവിലെ നമ്മൾ ഓഫീസിലൊക്കെ പോകുമ്പോഴേ ആ ടൈമിൽ ഈ ഭാഗത്തേക്ക് വരാൻ പറ്റില്ല, കാരണം നല്ല തിരക്കായിരിക്കും. ഇവിടെ കുറച്ചും കൂടെ അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്. ഇവിടെ ഷാർജയിൽ മൂവേലിയുള്ളവരൊക്കെ മെയിനായിട്ട് സാധനങ്ങൾ മേടിക്കുന്നത് ഈ ഒരു ഷോപ്പിൽ നിന്നായിരിക്കും. നല്ല ഒരുപാട് ഡിസ്കൗണ്ടുകളൊക്കെ വരാറുണ്ട് കേട്ടോ അവിടെ. നമുക്ക് ഈ റൗണ്ട് അബൌട്ടിൽ നിന്ന് നേരെ തന്നെ പോകണം കേട്ടോ. നമുക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത്. ഓക്കെ, നമുക്ക് ഈ ബ്രിഡ്ജ് കയറിയിട്ട് മേലേക്ക് പോയി കഴിഞ്ഞാൽ, ഇതിപ്പോ നമ്മൾ വരുന്നത് ഓൾഡ് മൂവേലിയെന്നാണ്. ഈ ബ്രിഡ്ജ് കയറി ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അതാണ് ന്യൂ മൂവേലിയ കേട്ടോ. ഇപ്പൊ അടുത്ത കാലത്ത് കുറച്ച് നാളായിട്ട് വന്നിട്ടുള്ള ഒരു പുതിയ ഏരിയയാണ്. പഴയ ഏരിയനെ വിട്ടിട്ട് ഇതിന് കുറച്ചും കൂടെ നല്ല കാണാനൊക്കെ നല്ല കുറച്ച് ഭംഗിയുള്ളതും പുതിയ ബിൽഡിങ്ങുകളാ. പൊടി കുറവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റേ പഴയ മൂവേലിയയില് പൊടി ശല്യം ഭയങ്കരമായിരിക്കും. പൊടിയുടെ ഇത് ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് ഈ കാണുന്ന ഏരിയകളൊക്കെ ഉണ്ടല്ലോ ഡെവലപ്പ്. ഞാൻ ഇതിന്റെ ഒരു പഴയ ഫോട്ടോസുകൾ വെക്കട്ടെ. ഇവിടെ പണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഫുള്ള് മരുഭൂമി പോലെ എടുക്കായിരുന്നു. ഫോട്ടോസ് വെക്കുക, ഈ ഏരിയയുടെ ഫോട്ടോസൊക്കെ ഞാൻ വെക്കുന്നുണ്ട്. ഓക്കെ, ഈ ബിൽഡിംഗ് ഒക്കെ ഒന്നും ഉണ്ടായിരുന്നില്ലേ, ഫോട്ടോസ് വെക്കാം, കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ അകത്തേക്ക് കിടക്കണം നമുക്ക്. യെസ്, ഈ ഏരിയ മൊത്തം ഡെവലപ്പായി വന്നതാണ് കേട്ടാ, കുറച്ച് നാളായിട്ടുള്ള. അറ്റത്ത് കാണുന്ന ബിൽഡിങ്ങുകളില്ലേ അവിടെ, അതും അടുത്ത കാലത്ത് വന്ന ബിൽഡിങ്ങുകളുണ്ട്. കുറച്ച് നാളായിട്ടുള്ള ഇത്രയും ഡെവലപ്മെന്റ് ഇവിടെ വന്നിട്ട്. നമ്മളെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന ഈ ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടാണ് പുതിയ ബിൽഡിങ്ങുകളാണ്. നമ്മളെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ഇല്ലേ. പിന്നെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഫാരി മാൾ കാണാൻ പറ്റും. അവിടെ അകലെ സഫാരി മാൾ എന്ന് പറഞ്ഞിട്ട് കണ്ടാ, അതൊക്കെ ഈ ഏരിയ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഏരിയയിലൊക്കെ നോക്കിയാൽ ഞാൻ പണ്ടത്തെ ഒരു ഫോട്ടോസുകളും കൂടെ അടുത്ത് കാണിക്കട്ടാ, നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും ഇവിടെ എന്ത് മാറ്റങ്ങളാണ് വന്നത്. ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ ബിൽഡിങ്ങുകളൊക്കെ ഇല്ലേ, കുറച്ച് നാളെ കൊണ്ടാണ് ഇത്ര അധികം മാറ്റങ്ങൾ ഇവിടെ വന്നിട്ട്. അതേപോലെ ഈ ബ്രിഡ്ജ് അതൊക്കെ വന്നിട്ട് അധികം നാളായിട്ടില്ല. ഇവിടെ എന്തായാലും ഇവിടെ വന്ന നിലയ്ക്ക് ഞാൻ ഈ ഏരിയ ഒക്കെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടാ. പുതിയ പുത്തൻ ബിൽഡിങ്ങുകളാണ് ഇവിടുത്തെ പ്രത്യേകത. ശ്രദ്ധിച്ചാൽ നിങ്ങൾ, ഇവിടുത്തെ ഫുള്ള് ബിൽഡിങ്ങിന്റെ ഇടയിൽ ഫുള്ള് ബിൽഡിങ് മറ്റേ റോഡൊക്കെ അടിപൊളിയാക്കി ചെയ്തേക്ക. നല്ല ക്ലീൻ ബിൽഡിങ്ങുകളാണ് കേട്ടോ. ഷോപ്പുകളും നല്ലൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് ഇവിടുത്തെ ഷോപ്പുകൾക്കായാലും ബിൽഡിങ്ങുകൾക്കായാലും. നമ്മുടെ പഴയ മൂവേലിയ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ പഴയ മൂവേലിയ എന്ന് പറഞ്ഞ പോലെ തന്നെ പഴയ ബിൽഡിങ്ങുകളും കൂടിയാണ്. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കണ്ട നല്ല അടിപൊളി ബിൽഡിങ്ങുകളും ഏരിയകളാണ്. അതിനനുസരിച്ചിട്ട് ഇവിടുത്തെ റേറ്റ് ഒക്കെ കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ. അവിടുത്തെ റേറ്റ് അല്ല ഇവിടുത്തെ ബിൽഡിങ്ങുകൾക്ക് റെന്റ് കൂടുതലായിരിക്കും. കൂടുതലില്ല, ചെറുതായിട്ട്. ഈ ഏരിയ മൊത്തം ഒരു മരുഭൂമി പോലെ അങ്ങനെ കിടക്കായിരുന്നു. അങ്ങനെ ഡെവലപ്പായി വന്നതാ. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടേ ഫുള്ള് കറങ്ങി കാണിച്ചാൽ. ഇവിടെ പോയി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടൊക്കെ നോക്കിയേ, ഇതൊക്കെ കണ്ട ഈ ബിൽഡിങ്ങുകളൊക്കെ ഇപ്പൊ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ബിൽഡിങ്ങുകൾ. അവിടെ ഒരു ബിൽഡിങ് പണിതുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടാ. ഒരുപാട് കടകളുണ്ട് കേട്ടോ അവിടെ. റെസ്റ്റോറന്റ്, ഫർണിച്ചർ ഷോപ്പ് ഉണ്ട് ഇവിടെ നൈറ്റ് വരുമ്പോഴേ ഒരു അടിപൊളിയാ കാണാനായിട്ട്. ഈ ഫാമിലിനെ നമ്മൾ അവിടെ കണ്ടായിരുന്നല്ലോ. രാത്രി സമയങ്ങളിലൊക്കെ ഇവിടെ വരുമ്പോ കാണാൻ ഒന്നും കൂടെ അടിപൊളിയുണ്ടാവും ഇവിടുത്തെ ഈ ഏരിയകളിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കി ഉണ്ടാവും ബിൽഡിങ്ങുകൾക്കൊക്കെ. ഗ്രോസറി ഉണ്ടോ, ഗ്രോസറി റൈറ്റ് ഹാൻഡ് സൈഡിൽ ഗ്രോസറി കാണാം. പിന്നെ ഒരുപാട് നല്ല ബ്രാൻഡഡ് ഷോപ്പുകൾ ഉണ്ട് കേട്ടോ ഈ ഏരിയയിൽ. നമ്മളെ പഴയ അവിടുത്തെ മൂവേലിയെന്നും ഇവിടുത്തെ ഏരിയ നോക്കുകയാണെങ്കിൽ ബിൽഡിങ്ങുകൾക്കും ഷോപ്പുകൾക്കും ഒക്കെ നല്ല വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്.
അപ്പൊ ഇതിലാണ് കുറച്ചു നേരത്തെ വന്നായിരുന്നു. ഇവരെ നമ്മ കുറെ നേരമായി ഇപ്പൊ കാണുന്നുട്ടാ. ഇത് അപ്പനും മോനും സൈക്കിളിൽ സഫാരിക്ക് ഇറങ്ങിക്കണ്ടില്ലേ, അവര് നമ്മ കുറച്ചു നേരമായി കാണും. നമുക്കിനി ലെഫ്റ്റ് പോയി നോക്കാം. ഏകദേശം എല്ലാ ഏരിയകളും ഒരുപോലെ തന്നെ ഉണ്ട് കാണുമ്പോൾ. നിങ്ങൾ ഇപ്പൊ നോക്കി ഇതാ കാണുന്ന റൈറ്റ് ഹാൻഡ് സൈഡ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡില്, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ബിൽഡിംഗ് ഒക്കെ നോക്കിയേ കേട്ടാ. ഇതൊന്നും ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇത് ഇപ്പൊ അടുത്ത കാലത്ത് വന്നതാ കേട്ടാ. ഇപ്പോഴും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഏരിയ ഒക്കെ കണ്ടാ. ഈ റൈറ്റ് സൈഡിലുള്ള ബിൽഡിംഗ് നോക്കിയേ, ഇവിടെ ഫുള്ള് മരുഭൂമിയായിരുന്നു, പൊന്തി വരുന്നുള്ളൂ, ഓപ്പൺ ആയിട്ടില്ല. അതൊന്നും പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു പണി നടക്കാനുള്ള സ്ഥലമുണ്ട്. ഇതിങ്ങനെ അവിടെ ഒരു ബോർഡ് കണ്ടില്ലേ, ബിൽഡിങ്ങുകൾ, അതിന് റിയൽ എസ്റ്റേറ്റ് ആണ് കേട്ടോ. അവരതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വേക്കന്റ് ഉണ്ടെങ്കിൽ അവരതിൽ വിളിച്ചാൽ കിട്ടും. കുറെ റിയൽ എസ്റ്റേറ്റിന്റെ കയ്യിലായിരിക്കും ഈ ഫുള്ള് ബിൽഡിങ്ങുകൾ. അവരടുത്ത് നിന്ന് നമ്മ റെന്റിന് എടുക്കാം. ശരിക്കും എനിക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല, നിങ്ങളതൊന്ന് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാന്ന് വെച്ചിട്ട് ഞങ്ങൾ കൊണ്ടുവരുന്നതാട്ടോ. ഇതിന്റെ ശരിക്കുള്ള ഭംഗി അറിയണമെങ്കിൽ ഇവിടെ വൈകിട്ട് വരണം. വൈകിട്ട് വരുമ്പോ ഈ ഷോപ്പുകളുടെ അകത്തൊക്കെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ശരിക്കും നമ്മളെ ഷാർജയും ദുബായിലും തമ്മിലുള്ള വ്യത്യാസമില്ല, ആ ഒരു വ്യത്യാസം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഷാർജ കുറച്ച് പഴയ ബിൽഡിങ്ങുകളും അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ ദുബായിൽ പോയാൽ ഏകദേശം ഇതേപോലെ ഇരിക്കും. മെയിനായിട്ട് ഈ ബിൽഡിങ്ങുകളെ പഴക്കം, അതാണ് ഉദ്ദേശിച്ചത്. പുതിയ ബിൽഡിങ്ങുകളാണ് ഇവിടെയൊക്കെ. പിന്നെ മെയിൻ വ്യത്യാസം വരുന്നത് ബിൽഡിങ്ങിന്റെ ഹൈറ്റ് വ്യത്യാസമുണ്ട്. അവിടെയൊക്കെ 3 നില ബിൽഡിംഗ് ആണ് പഴയ മൊബൈലില്, പക്ഷെ ഇവിടെ കുറച്ചും കൂടെ വലിയ ബിൽഡിങ്ങുകളാണ്. അതിനനുസരിച്ചിട്ടുള്ള റെന്റ് വ്യത്യാസം വരും. ഇവിടെ പിന്നെ അവിടുത്തെ പോലെ പാർക്കിങ്ങും കച്ചാ പാർക്കിംഗ് ഒന്നും ഇല്ല, ഫുള്ള് പെയ്ഡ് ആയിരിക്കും കേട്ടോ. ഈ പാർക്കിംഗ് കണ്ടില്ലേ, നമ്മൾ ഈ പാർക്കിങ്ങിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇതേപോലെ റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൊക്കെ ഓരോ ബോർഡ് കാണാം പാർക്കിങ്ങിന്റെ. അതിൽ പേ ചെയ്യേണ്ടി വരും പൈസ. ഇപ്പൊ നോക്കിയത് അവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കണ്ട ഒരു ബോർഡ് കണ്ട മഞ്ഞ കളറിൽ, അതൊക്കെ വെച്ചുള്ളടത്ത്, അങ്ങനെ വെച്ചിട്ടുള്ള സ്ഥലത്ത് നമുക്ക് പെയ്ഡ് പാർക്കിംഗ് ആയിരിക്കും. വെറുതെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ഫൈൻ അടിക്കും. അപ്പൊ നമ്മ ആപ്പ് വഴിയാ അല്ലെങ്കിൽ പേയ്മെന്റ് മെഷീൻ വഴിയാണ് പേ ചെയ്യണം മണിക്കൂറിന്, അല്ലെങ്കിൽ ഫൈൻ അടിക്കും. എന്തോ ബ്ലോക്ക് ആക്കി നിർത്തിയിട്ടുണ്ടല്ലോ, ആരോ ഒരാൾ നമുക്ക് വട്ടം വെച്ചേക്കാണ്, അത് കാരണം ബ്ലോക്ക് ആയിട്ടുണ്ട് ഇവിടെ. അതൊക്കെ നൈസായിട്ട് എടുത്തു പോയാൽ ഓക്കെ. അപ്പൊ അടുത്ത ആള് ബാക്ക് എടുക്കുന്നുണ്ട്. ഒരു കാറിന്റെ ബാക്കിൽ പൂക്കളൊക്കെ വെച്ചേക്കണ്ടില്ലേ, ഒരു ഫ്ലവർ ഷോപ്പാണ് കേട്ടോ അത്. അപ്പൊ അങ്ങനെയാണ് ന്യൂ മൊബൈലി ഏരിയയിലത്തെ വിശേഷം. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിങ്ങനെ കാണിക്കുമ്പോഴേ ചില വലിയ മാറ്റങ്ങൾ വന്ന ഏരിയ, ഇപ്പൊ ഞാൻ വന്ന കാലത്ത് ഉള്ളതും ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ വന്നിട്ടുള്ള ഏരിയ ഇല്ലേ, അത് ഞാനിങ്ങനെ പഴയ ഫോട്ടോസ് എൻ്റെ ഉണ്ട്, അത് ഞാൻ വെച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ വന്ന ഡെവലപ്മെന്റ് എന്താണ്, മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റ്. ഈ ഏരിയയുടെ പഴയ ഫോട്ടോ ഉണ്ടോന്ന് അറിയില്ല, നോക്കട്ടെ. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കറങ്ങി. ഇനിയിപ്പോ നമ്മളെ ഫ്രണ്ടിൽ ഇപ്പൊ നോക്കി കഴിഞ്ഞാലേ, നോക്കിയേ വിശാലമായിട്ട് കിടക്കില്ല ഒരു ഏരിയ. ഇതിപ്പോ ഇങ്ങനെ കിടക്കും, കുറച്ച് നാൾ കഴിഞ്ഞാൽ അതിന് മൊത്തം ബിൽഡിങ് വന്നു അറിയൂട്ടാ. ഒരു 5-10 കൊല്ലം കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ കണ്ട മരുഭൂമി പോലത്തെ സ്ഥലമൊന്നും ചിലപ്പോ ഉണ്ടാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതേപോലത്തെ ഒരു ഏരിയ ആയിരുന്നു നമ്മളെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഏരിയ. പക്ഷെ അവിടെ വന്ന ഡെവലപ്മെന്റ് കണ്ടില്ലേ. ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോ നമ്മൾ നേരെ തന്നെ പോകുമ്പോ ഈ റൗണ്ട് പോട്ട് നോക്കിക്കോ, ഇവിടുത്തെ ബിൽഡിങ്ങുകൾ, ഞാൻ പഴയ ഫോട്ടോ ഇവിടെ വെക്കാം, അത് നോക്കിക്കോ. വന്ന മാറ്റങ്ങൾ കണ്ടാ, ഒരുപാട് മാറ്റങ്ങൾ വന്നേ ഈ ഏരിയയിലൊക്കെ. ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ച മരുഭൂമി പോലത്തെ സ്ഥലവും മാറും. ഇപ്പൊ നമ്മൾ ഈ ബ്രിഡ്ജിൽ കയറുമ്പോ നോക്കിക്കോ, റൈറ്റ് ഹാൻഡ് സൈഡില് ആ നെസ്റ്റോടെ സൈഡിലുള്ള ബിൽഡിങ്ങുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല, അതൊക്കെ വന്നതാ കണ്ട. ഈ ബ്രിഡ്ജ് കടന്ന് ഇങ്ങോട്ട് എത്തിയാൽ പഴയ മൊബൈലിയ, ഈ ബ്രിഡ്ജിന് അപ്പുറത്തുള്ളതാണ് നമ്മളിപ്പോ വന്നതാണ് പുതിയ മൊബൈലിയ. രണ്ടും മൊബൈലിയ തന്നെ. അവിടെ വേറൊരു റെന്റ്, ഇവിടെ വേറൊരു റെന്റ്. ഇതാണ് നമ്മളെ ഷാർജക്കാരെ മെയിൻ സാധനങ്ങൾ വാങ്ങുന്ന സ്ഥലം, നെസ്റ്റോ മൊബൈലിയ. അത് ദുബായിന്ന് ആൾക്കാർ വരാറുണ്ട് കേട്ടോ പർച്ചേസ് ഒക്കെ ചെയ്യാനായിട്ട്. അത്യാവശ്യം നല്ല വില കുറവിന് കിട്ടും സാധനങ്ങൾ. ഇവിടെ 3 ഷോപ്പുകളുണ്ട്, 3 ഹൈപ്പർ മാർക്കറ്റുകളാണ് മൊത്തത്തിലുള്ളത് ഇവിടെ. നെസ്റ്റോ, ലുലു, സഫാരി മാള്. ഫസ്റ്റ് വന്ന ഷോപ്പാണ് നമ്മൾ കണ്ട നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്. പിന്നീടാണ് സഫാരി മാള് വന്നതും പിന്നെ ലുലു വന്നതും ഒക്കെ. നേരെ നോക്കിയാ കണ്ട ആ ഒരു മണ്ണിട്ട സ്ഥലം കാണാൻ പറ്റുമെന്ന് അറിയില്ല. അതാണ് ആ മണ്ണ് പോലെ കിടക്കുന്നത്, കാണാൻ പറ്റുമെന്ന് അറിയില്ല. അതാണ് ദുബായിട്ടാ, ദുബായിനാ കാണുന്നത്. ഷാർജ, ദുബായ്. നമ്മളിപ്പോൾ ഷാർജയുടെ ദുബായിയുടെ ബോർഡർ തന്നെയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, അടുത്തൊരു പുതിയൊരു ഏരിയനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മാറ്റങ്ങളൊക്കെ. അപ്പൊ ശരി, ബൈ ബൈ.